जय राधा माधव जय कुंज बिहारी। जय राधा माधव जय कुंज बिहारी। जय गोपीजन वल्लभा गिरिवरधारी। जय गोपीजन वल्लभा जय गिरिवरधारी। जय यशोदानंदना व्रज जन रंजना। यशोदानंदना व्रज जन रंजना। जय यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा जय कुंज बिहारी। जय गोपीजन वल्लभा गिरिवरधारी। जय यशोदानंदना व्रज जन रंजना। यमुना तीरावनचारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे। हरे राम 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 हरे हरे। जय जय जगन्नाथ जगन्नाथ जय जय जगन्नाथ। जय जय राधा माधव जय जय राधा माधव। जय कृष्णा बलराम जय कृष्णा बलराम जय कृष्णा बलराम जय कृष्णा बलराम। जय जय गौरनिताय जय जय गौरनिताय। जय जय गौरनिताय जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद। जय जय प्रभुपाद 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 जय जय प्रभुपाद। जय जय गुरुदेव जय जय गुरुदेव। जय जय गुरुदेव गुरुदेव जय जय गुरुदेव। नमो ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णुसाय नमः। नमो ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने। नमस्ते सारस्वते देवे गौरवाणि प्रदारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും പ്രണാമം. കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ കേൾക്കാം ആയിട്ട്? പ്രഭു. കേൾക്കാം പ്രഭുജി, കേൾക്കാം കേൾക്കാം. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 4 ശ്രീ നാരദ ആഗമനം. ശ്ലോകം നമ്പർ 12. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത് ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ശ്ലോകം 12. ശ്ലോകം വായിക്കാം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ. യ ഉത്തമശ്ലോകപരായണാ ജനാഃ. യ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തി ന ആത്മാർത്ഥമസൗ പരാശ്രയം. ജീവന്തി ന ആത്മാർത്ഥമസൗ പരാശ്രയം. മുമോച നിർവിദ്യ കുതാ കളേവരം. മുമോച നിർവിദ്യ കുതാ കളേവരം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ. യ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തി ന ആത്മാർത്ഥമസൗ പരാശ്രയം. മുമോച നിർവിദ്യ കുതാ കളേവരം.
ശിവായ ക്ഷേമം ലോകസ്യ സർവജീവാത്മാക്കളും ഭവായ അഭിവൃദ്ധിപ്പെടുത്താനായി ഭൂതയെ സാമ്പത്തിക പുരോഗതിക്കായി ആരൊരുവനാകുന്നു ഉത്തമ ശ്ലോകപരായണ പരമദിവ്യോത്തമ പുരുഷന്റെ ഹേതുവിനായി സമർപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾ ജീവന്തി ജീവിക്കുക, ന എന്നാൽ അല്ല, ആത്മ അർത്ഥം സ്വ താല്പര്യാർത്ഥം, അസൗ അത്, പര ആശ്രയം മറ്റുള്ളവർക്ക് അഭയമായി അഥവാ ആശ്രയമായി, മുമോജ ഉപേക്ഷിച്ചു, നിർവിദ്യ എല്ലാ ബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രനായിത്തീരുന്നു. കുത എന്ത് കാരണത്താലാണ്, കുതഹ എന്ത് കാരണത്താലാണ്, കളയപരം മറ്റ് ശരീരം. ശീല പ്രഭുപാദർജിക്ക് ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. ആരാണോ പരമദൈവത്വ പുരുഷൻ ഹേതുവായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും സന്തോഷത്തിനുമായി സ്വജീവിതം പ്രതിജ്ഞാർപ്പിതം ചെയ്തിരിക്കുന്നത്, അവർ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആയും ജീവിക്കുന്നില്ല. ആകയാൽ ചക്രവർത്തി സർവവിധ ഭൗതിക വിഭവ അഭിനിവേശങ്ങളിൽ നിന്നും സ്വതന്ത്രനായതിനാൽ മറ്റുള്ളവരുടെ അഭയകേന്ദ്രമായി നശ്വര ശരീരത്തെ ത്യജിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമാകും? ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തനാകയാൽ പരീക്ഷിത് മഹാരാജാവ് ആദർശയോഗ്യനായ ഉത്തമ രാജാവും ഗൃഹസ്ഥാശ്രമിയുമായിരുന്നു. ഒരു ഭഗവത് ഭക്തന് സർവഗുണങ്ങളും സ്വമേധയാ കരഗതമാകുന്നു. മഹാരാജാവ് പരീക്ഷിത്ത് ഇതിനെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാകുന്നു. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള സർവ ഭൗതിക ഭോഗങ്ങളിലും വ്യക്തിപരമായി അദ്ദേഹത്തിന് യാതൊരു അഭിനിവേശവുമില്ല. തന്റെ പ്രജകളുടെ സമഗ്ര ക്ഷേമത്തിൽ തത്പരനായ രാജാവാകയാൽ സാമാന്യ ജനങ്ങളുടെ ഈ ജന്മത്തിലെ മാത്രമല്ല അനന്തര ജന്മത്തിലെയും നന്മയ്ക്കായി അദ്ദേഹം സദാ ഉത്സുകനായിരുന്നു. ഗോഹത്യ അഥവാ കശാപ്പ് ശാലകൾ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. ഒരു വിഭാഗം ജീവികളെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷഭേദപരമായ ഭരണകർത്താവായിരുന്നില്ല അദ്ദേഹം. ഭഗവത് ഭക്തനാകയാൽ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിങ്ങനെ സർവവിധ ജീവാത്മാക്കളുടെയും സന്തോഷത്തിനായി എപ്രകാരം യഥോചിതമായി ഭരണം നിർവഹിക്കണമെന്ന് അദ്ദേഹത്തിന് സുഗ്രാഹ്യമാണ്. സ്വതന്ത്ര സ്ഥാപിതവും സ്വവിസ്തൃതവുമാണ് സ്വാർത്ഥത. എന്നാൽ അദ്ദേഹത്തിന് ഇത് രണ്ടുമില്ലായിരുന്നു. അദ്ദേഹത്തിന് പരമസത്യത്തെ, പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുന്നതിലായിരുന്നു താല്പര്യം. രാജാവ് പരമപുരുഷന്റെ പ്രതിനിധിയാകയാൽ രാജാവിന്റെ താല്പര്യം നിശ്ചയമായും പരമദിവ്യോത്തമ പുരുഷന്റെ താല്പര്യത്തിന് അനന്യമായിരിക്കണം. സർവജീവാത്മാക്കളും പരമപുരുഷനെ അനുസരിക്കണമെന്നും അപ്രകാരം അവർ സന്തോഷമുള്ളവരായിരിക്കണമെന്നും പരമദിവ്യോത്തമ പുരുഷൻ ആഗ്രഹിക്കുന്നു. ആകയാൽ സർവർക്കും ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയാണ് രാജാവിന്റെ അഭിവാഞ്ച. അക്കാരണത്താൽ പ്രജകളുടെ പ്രവർത്തനങ്ങളെ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഉതകും വിധം സമീകരിക്കണം. ഉത്തമനായ ഒരു രാജാവിന്റെ സുഭരണത്തിന് കീഴിൽ രാജ്യം സമ്പൽ സമർത്ഥനായിരിക്കും. ആ സുഭരണ കാലഘട്ടത്തെ മാനവർ മാംസം ഭുജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനുഷ്യർക്കും മൃഗങ്ങൾക്കും മനസ്സംതൃപ്തി വരുത്തുന്നതുവരെ ധാരാളമായി ഭുജിക്കുന്നതിനാവശ്യമായ ധാന്യങ്ങളും പയസ്സും ഫലമൂലാദികളും പച്ചക്കറികളുമൊക്കെ യഥേഷ്ടമുണ്ട്. സർവജീവജാലങ്ങളും ആഹാരം, ആശ്രയം എന്നിവയാൽ സംതൃപ്തരാകയാൽ അവർ നിർദ്ദിഷ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അവിധം ജീവജാലങ്ങൾ തമ്മിൽ യാതൊരു കലഹത്തിനും ഇടവരാതിരിക്കുകയും ചെയ്യുന്നു. പരീക്ഷിത് ചക്രവർത്തി സമൂല്യനായ രാജാവാകയാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കീഴിൽ ഏവരും സന്തോഷവാന്മാരായിരുന്നു. ഹരേ കൃഷ്ണ.
ഇത്രയാണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കം. നമുക്കിതിന്റെ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാൻസ ശ്രീരൂപം സാഗരജാതം സഗഗണരഹിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹകരണ ലളിതാം വിശാഖാന്വിതാൻ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപീശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സാദര പ്രണാമം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇതാണ്: പ്രജാക്ഷേമത്തിനായി സ്വാർത്ഥത ലേശമില്ലാതെ പരമജീവത്വം പുരുഷന്റെ സേവനം എന്ന പോലെ ചക്രവർത്തിയുടെ ചുമതല വഹിക്കുന്ന പരമഭക്തനും പ്രജകളുടെ അഭയകേന്ദ്രമായ പരീക്ഷിത് മഹാരാജാവ് ശരീരത്തെ ത്യജിക്കാൻ എങ്ങനെ കഴിയും? അത്ര നിഷ്കളങ്കരം രാജ്യസ്നേഹിയും പ്രജാതൽപരനും ഭക്തനും ഗൃഹസ്ഥനുമായിരുന്ന ആ നമ്മുടെ പരീക്ഷിത് ചക്രവർത്തിക്ക് എങ്ങനെ ശരീരം ഉപേക്ഷിക്കേണ്ടതായി വന്നു എന്നാണ് ചോദ്യം. നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന മഹർഷിമാർ ഇവരുടെ ആ സമ്മേളനം, യജ്ഞം, അതായത് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഏകദേശം 88,000 മഹർഷിമാർ കൂടിയെന്നാണ് പറയുന്നത്. ചില കണക്കിൽ 60,000 എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 1000 വർഷം അവര് ചർച്ച ചെയ്ത് കലിയുഗത്തിൽ ജനങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, ആ കലിയുടെ ശല്യം, കലിയുടെ പ്രഹരം എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു കൂട്ടുകയാണ്. അതുപോലെ തന്നെ മഹാഭക്തനായിരുന്ന പരീക്ഷിത രാജാവിന്റെ സദസ്സിൽ ശുകദേവ സ്വാമി അവതരിപ്പിച്ച ആ ശ്രീമദ് ഭാഗവതത്തിന്റെ അവതരണത്തെ പറ്റിയുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ശുകദേവ മഹർഷിയുടെ പ്രസംഗം, അതായത് ആ അവതരണം കേട്ടുവന്ന സൂതഗോസ്വാമിയുടെ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള മഹർഷിമാർ അന്വേഷിക്കുന്നതാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. സൂതഗോസ്വാമിയുടെ പല മഹർഷിമാർ ആദ്യം 6 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം പറയുന്നുണ്ട് മഹർഷി. അതിനുശേഷം അദ്ദേഹത്തെ ശൗനക ഋഷി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അതിനുശേഷം ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്. ഭാഗവതത്തെ പറ്റിയും അതുപോലെ രാജാവിനെ പറ്റിയും പരീക്ഷിത് മഹാരാജന്റെ കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്യോന്യം ചോദ്യോത്തരങ്ങളോടെയാണ് അവരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെ പറ്റി ചോദിച്ചു, അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഭാഗവതം രചിച്ച വ്യാസദേവന് ഇതിനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടി, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഏത് വർഷം നടന്നു, എപ്പോൾ നടന്നു, എവിടെ വെച്ച് നടന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകങ്ങൾ ശ്രവിച്ചതിന് ശേഷം ഋഷിമാരുടെ നേതാവായ ശൗനകൻ സൂതഗോസ്വാമിയുടെ ചോദ്യങ്ങൾ പിന്നെയും തുറന്നുകൊണ്ടേയിരുന്നു. അതായത് ശുകദേവ സ്വാമി ഏത് വിധത്തിൽ
അവിടെ അവതരിപ്പിച്ചുവോ, ഏത് വിധത്തിൽ അങ്ങ് സാക്ഷാത്കരിച്ചുവോ അതേമാതിരിയുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ശൗനക മഹർഷി സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. അതിനുശേഷം വ്യാസപുത്രനെ പറ്റി ചോദിക്കുന്നു. വ്യാസപുത്രൻ അതിന്റെ വിശേഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം പറയുന്ന ശുകദേവനെ എവിടെ വെച്ച് വ്യാസദേവൻ കണ്ടുമുട്ടി, അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിന് ഈ ശ്രീമദ് ഭാഗവതത്തെ പറ്റി എങ്ങനെ വിവരിച്ചു കൊടുത്തു, എവിടെ വെച്ച് വിവരിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചു. ഇപ്പൊ അങ്ങനെ ചോദിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മുടെ ശ്ലോകത്തിന്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്തനായിരുന്ന ആ പരീക്ഷിത് മഹാരാജാവിന്, ഇത്ര ശ്രേഷ്ഠഭക്തനും ഇത്ര ജനക്ഷേമ തൽപരനുമായിരുന്ന പരീക്ഷിത് മഹാരാജാവിന് എന്തുകൊണ്ട് ശരീരം ത്യജിക്കേണ്ടതായിട്ട് വന്നു എന്നാണ്. എങ്ങനെ ത്യജിക്കും? ഇത്ര സമർത്ഥനും ഇത്ര ധീരനും ഇത്ര പ്രജാതൽപരനുമായിരിക്കുന്ന ആ പരീക്ഷിത് മഹാരാജാവിന് എന്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു? അത് ശരിയായ കാര്യമല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ പരമയുഗോത്തമ പുരുഷനെ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. കാരണം അദ്ദേഹത്തിന്റെ ജന്മം തന്നെ ഭഗവാനെ കണ്ടുകൊണ്ടായിരുന്നു. പരീക്ഷിത് ജന്മം അത് നമുക്കറിയാവുന്ന കഥകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. പരീക്ഷിത് രാജാവിന്റെ മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അത്രയ്ക്ക് ഭക്തനും അദ്ദേഹത്തിന്റെ ദൈവഗുണം, അതായത് ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തിയുമായിരുന്നു പരീക്ഷിത് രാജാവ്. എന്നിട്ടും അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എന്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയുന്ന ഭഗവാന്റെ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. ഇത്ര വലിയ ശ്രേഷ്ഠനായ ഭക്തി അനുഷ്ഠിച്ചു വന്നിരുന്ന പരീക്ഷിത് മഹാരാജാവിന് അപ്പൊ നമുക്ക് ഈ ഭക്തിയെ പറ്റി ഒന്ന് നോക്കാം. എന്താണ് ഭക്തി എന്നുള്ളതിനെ പറ്റി പലരും പല ആചാര്യന്മാരും ഭക്തിയുടെ നിർവചനത്തെ പറ്റി പല വിധത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ ചരിത്രങ്ങൾ, ഭഗവാന്റെ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക, അതിനെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഭക്തിയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭഗവാനെ വാഴ്ത്തുക, അങ്ങനെ കേട്ടിട്ട് ഭഗവാനെ പറ്റി വാഴ്ത്തുക, അദ്ദേഹത്തെ സദാ ഓർമ്മിക്കുക, ഏത് സമയത്തും ഭഗവാനെ ഓർത്തുകൊണ്ടേയിരിക്കുക. ഇതൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. ഇങ്ങനെ ഭഗവാന്റെ ഭക്തിയെ പറ്റി, ഭഗവാനുമായുള്ള ഭക്തി എങ്ങനെ, അത് ഈ ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് പല ആചാര്യന്മാരുടെയും നിരീക്ഷണത്തിൽ ആ ഭക്തിയെ പറ്റി വിവരിക്കുന്നു. ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ ധ്യാനിക്കുക, ഏത് സമയത്തും ഭഗവാന്റെ ചരണാരവിന്ദങ്ങൾ ഭഗവാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഭക്തിയെ പറ്റി കൂടുതൽ മനസ്സിലാവട്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഓരോ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഭഗവാനെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, സ്വയം സേവനം, ഭഗവാന്റെ സേവനായി എപ്പോഴും ഭക്തിഗത ഭഗവത്സേവനം ചെയ്യുക, ഭഗവാനായി സുഹൃത്താകുക. നമ്മുടെ ഓരോ ലക്ഷ്യം സുഹൃത്തായിട്ട് ഭഗവാനെ കാണുന്നുണ്ട്, ഭഗവാനെ നമ്മുടെ മകനായിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെ ഏത് ഭാവത്തിലും പല ഭാവത്തിൽ ഭഗവാനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏത് ഭാവത്തിലാണോ കാണുന്നത് അതനുസരിച്ച് ഭഗവാനെ സേവിക്കുക, സ്വയം ഏത് സമയത്തും സേവിക്കുക. മാതൃഭാവത്തിലായിരുന്നു നമ്മുടെ യശോദാദേവി ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഭഗവാനെ അന്ന് പോലും അറിയാതെ ഭഗവാന്റെ സേവ ഒരുപാട് ആ മാതാ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ഭാവത്തിൽ മനുഷ്യർ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്, ഭക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശരണം പ്രാപിക്കുക, ഭഗവാനുമായിട്ടുള്ള ശരണം പ്രാപിക്കുക. അപ്പൊ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മറ്റ് യാതൊരു ചിന്തയും ഈ ദേവന്മാരെ പൂജിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ തന്നെയാണ് നമ്മുടെ എല്ലാം. ഏതവസരത്തിലും ഭഗവാനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനുമായിട്ടുള്ള നമ്മുടെ
ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. അതാണ് പറയുന്നത്, ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നുണ്ടെന്ന് പറയുന്നു. ഗർഗമുനി പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള വിവരണങ്ങളും ഭഗവാൻ വിവരിച്ചു പറയുന്ന കാര്യങ്ങളും അവിടുമുള്ള താല്പര്യത്തെ ഭക്തി എന്ന് പറയുന്നു. ഗർഗമുനി കേട്ടിട്ടുണ്ടല്ലോ ഗർഗമുനിയെ പറ്റി. എന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരു മുനിയാണ് ഗർഗമുനി. അദ്ദേഹം ഗർഗ ഭാഗവതം വരെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഗർഗമുനിയുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള വിവരണങ്ങളും ഭഗവാൻ വിവരിച്ചു പറയുന്ന കാര്യങ്ങളും താല്പര്യ ഭക്തി എന്ന് പറയുന്നു. ആ താല്പര്യത്തെ അദ്ദേഹം ഭഗവാന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഭഗവാനെ പറ്റി പറയുന്ന ഇതും ഒക്കെ അത് കേൾക്കാനുള്ള താല്പര്യത്തെ ആണ് ഭക്തി എന്ന് പറയുന്നത്. അതിൽ പറയുന്നു ഗോപസ്ത്രീകളുടെ ഭക്തിയാണ് ഏറ്റവും ഉദാഹരണം, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി ഗോപസ്ത്രീകളുടെ പറയുന്നത്. അത് നാരദനാണ് പറയുന്നത്. ഗോപസ്ത്രീകളുടെ ഉദാഹരണം പറയുന്നത് ഗോപസ്ത്രീ ഏത് വിധത്തിലാണ് ഭഗവാനെ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്, ഭഗവത് സേവനം എങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കാം. അവര് ഏതവസരത്തിലും ഗോപസ്ത്രീകൾ ഭഗവാന്റെ ചിന്തയിൽ തന്നെ പാതിരാത്രിക്ക്, അതായത് അർദ്ധരാത്രിക്ക് ഓടക്കുഴൽ ഓതിയാലും ശരി മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവരെ എത്തുമായിരുന്നു ഭഗവാന്റെ കൂടെ സഹകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് ഭക്തി അവർക്കുണ്ടായിരുന്നു. വേറെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഭഗവാൻ ഒരു പ്രാവശ്യം തലവേദനയാകുന്ന സമയത്ത് അവിടെ നാരദൻ എത്തുകയും ആ തലവേദനയ്ക്ക് മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് അവിടുന്ന് കിട്ടുന്ന പൂഴിമണൽ കൊണ്ട് ഭക്തരുടെ പാദങ്ങളിൽ പാദം പതിയുന്ന സ്ഥലത്തുണ്ടാകുന്ന പൂഴിമൺ അരച്ചിട്ട്, അതായത് വെള്ളത്തിൽ ചതച്ച് നെറ്റിക്കിടണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് മണ്ണ് തരാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാവരും അത് പാപമാണ്, ഭഗവാന്റെ നെറ്റിക്ക് നമ്മുടെ കാൽപ്പാട് പതിഞ്ഞാൽ തെറ്റായി പോണ്, അത് പാപത്തിൽ പെടുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒഴിയുന്നു. പക്ഷേ തലവേദന മാറണമെന്നുള്ള ആ വികാരം ഗോപികമാർക്ക് മാത്രമായിരുന്നു. അതിനാൽ അവർക്കുണ്ടാകുന്ന ദോഷങ്ങളോ പാവങ്ങളോ ഒന്നും അവർ ശ്രദ്ധിക്കാതെ അവർ ഉടൻ തന്നെ ഓടി ഭഗവാന് ആ കുഴിമൺ കാൽപാദങ്ങളിലുള്ള കുഴിമണ്ണ് കൊണ്ട് ഭഗവാന് കൊടുത്തു എന്ന് പറയും. അപ്പൊ അത്രയ്ക്ക്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വിശന്ന് വലയുന്ന വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ ഒരാളിനെ പറഞ്ഞ് ഗോപന്മാരെ പറഞ്ഞ് ഗോകുമാരന്മാരെ പറഞ്ഞ് ഒരു ബ്രാഹ്മണ വീട്ടില് യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭഗവാന് വേണ്ടി യജ്ഞങ്ങൾ നടത്തുകയാണ്. അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരെല്ലാം ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിരിക്കുന്നു. അതേസമയത്ത് ഭഗവാൻ പറഞ്ഞയച്ചു ഭക്ഷണം തരണം എന്ന് പറഞ്ഞിട്ട് അവരാരും കൊടുത്തുവിടുന്നില്ല, ബ്രാഹ്മണന്മാർ കൊടുത്തുവിടുന്നില്ല. അപ്പം കൃഷ്ണന്റെ അടുത്ത് എന്ന് പറയുന്നു ഇങ്ങനെ തന്നില്ല. അപ്പൊ അതിന് പറയുന്ന അവിടുത്തെ സ്ത്രീകളോട് ചെന്ന് പറയാൻ പറയുന്നു, ബ്രാഹ്മണരുടെ പത്നിമാരോട്. പെട്ടെന്ന് അവർ പോയി പത്നിമാരോട് പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് തന്നെ ആ ഭക്ഷണം കൊതിക്കെട്ടായി ഭഗവാന് കൊടുത്തുവിടുന്നു. അപ്പൊ ഏതൊരവസ്ഥയിലും ഗോപസ്ത്രീകളായാലും സ്ത്രീകൾ പ്രത്യേകിച്ചും ഭഗവാനോട് കൂടുതൽ പ്രേമം കാണിക്കുന്നു. അതാണ് ഗോപസ്ത്രീകളെ ഭക്തി ഏറ്റവും ഉദാഹരണമായിട്ട് കാണിക്കുന്നത് തന്നെ. ഇപ്പൊ ഗോപസ്ത്രീകൾ എന്ന് പറഞ്ഞത് വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകളെ പറ്റിയാണ് പറഞ്ഞത്. എങ്കിലും അതുപോലെ തന്നെ ഭക്തരായ സ്ത്രീകൾ ജനങ്ങൾ ഭഗവാനെ ഏറ്റവും അവർ കാണിക്കുന്ന ആ സേവനമാണ് ഭക്തി എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹം കാമമാണ്. ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹത്തെ പ്രേമം എന്ന് പറയുന്നു. അതും ഭക്തി, പ്രേമരൂപത്തിലുള്ള ഭക്തി. അതാണ് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ് പ്രേമം. ആ പ്രേമരൂപത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നടത്തുന്നതിനെ അത് ആഗ്രഹങ്ങൾ എന്ന് പറയും. കാമം, ഇന്ദ്രിയ സംതൃപ്തി, നമ്മുടെ സുഖസൗകര്യങ്ങള്, ഭൗതികമായിട്ടുള്ള ചിന്തകള്, പിന്നെ കാർ വേണം, അല്ലെ ആഡംബര കാർ വേണം, വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാമങ്ങൾ, അതിനെ കാമം എന്ന് പറയുന്നു. അതേപോലെ അതേ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ നടത്തുന്ന ആ പ്രവൃത്തി ഏതൊക്കെയാണ്? ഭക്തിയുടെ ഭഗവത് സേവനം. അതാണ് ശരിക്കും ഭക്തി. ഭഗവാന്റെ സേവനം. ഭഗവാനെ ഏത് വിധത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താം, നമുക്ക് ഏത് വിധത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താം എന്നുള്ളത് അതിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഭക്തി എന്ന് പറയുന്നു.
ഭക്തി വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ ചൈതന്യ ചരിതാമൃതം ചൈതന്യ പ്രഭു പറയുന്നത്, ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ജീവര സ്വരൂപ കൃഷ്ണര നിത്യദാസ, കൃഷ്ണന്റെ നിത്യദാസനായിരിക്കുകയാണ് ജീവന്റെ സ്വരൂപം. നമ്മുടെ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ജീവാത്മാക്കളുടെ നമ്മുടെ ഈ ശരിയായ ചുമതല എന്ന് പറയുന്നത് ഭഗവാന്റെ നിത്യദാസരായി എന്നും പ്രവർത്തിക്കുകയാണ്, എന്നും ഇരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഭക്തിയെപ്പറ്റി നേടാനുള്ള മാർഗങ്ങളെ പറ്റിയും ഈ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളില്. പരിശീലനത്തെ ഇങ്ങനെ ഭക്തിയെ നമ്മുടെ എങ്ങനെ ഭക്തി മാർഗത്തിലോട്ട് നമുക്ക് പോകാം എങ്ങനെ എന്നതിനെ പറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയൊരു ചെറിയതായിട്ടൊന്ന് വിവരിക്കാം. പരിശീലനത്തെ, അതേ ഭക്തിയിലോട്ട് കയറുന്ന ഒരു ഇതിനകത്തെ സാധന ഭക്തി എന്ന് പറയുന്നു. ഭക്തി എത്ര പേരുണ്ടെന്നും സാധന ഭക്തി എന്താണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുജനങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഭക്തിയെ പരിശീലിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സാധനാ ഭക്തി എന്നാണ് പറയുന്നത്. ഇന്ദ്രിയസുഖങ്ങളും ഭൗതിക സമ്പർക്കങ്ങളും ഉപേക്ഷിക്കുക. ഭക്തി വളരണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനം, ഇവിടെ പറയുന്നത് നമ്മുടെ ഇത് തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഉപേക്ഷിക്കണം. എങ്കിലേ നമുക്ക് ഭക്തിയിൽ വരാൻ സാധിക്കൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രേമത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ഈ മറ്റു വിചാരങ്ങൾ, ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിലോട്ട് എത്താൻ സാധിക്കൂ എന്ന് പറയുന്നു. ഒന്നിലും തന്നെ ആസക്തി ഇല്ലാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മോഹങ്ങളുണ്ടല്ലോ, നമുക്ക് ഇന്ന കാര്യങ്ങൾ സന്ധ്യക്ക് ടി വി വെച്ചിട്ട് സീരിയൽ കാണണം എന്നുള്ള വിചാരം, അതുപോലെ തന്നെ പ്ലെയിനിൽ കയറിയാണെങ്കിൽ യാത്ര ചെയ്യണം എന്നുള്ള വിചാരം, ഇങ്ങനെയുള്ള ആഡംബര വസ്തുക്കളിലുള്ള മോഹം, ഇങ്ങനെയുള്ള യാതൊന്നിനും ആസക്തി ഇല്ലാതിരിക്കുക. ഭഗവത് സേവനത്തിൽ നിരതരാകുക. ഉടമസ്ഥബോധം ഇല്ലാതാക്കണം. ഏതവസരത്തിലും ഭഗവത് സേവനം തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയുള്ള ഭഗവാനെ ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കുക, എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക. ഇതാണ് ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതേ സമയത്തും ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പല നേട്ടങ്ങളുണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഭഗവാന്റെ നാമത്തിലാണ് നമ്മൾ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൈക്കൂലി, സ്വജനപക്ഷപാതം ഇതൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ഏത് അവസരത്തിൽ ഏത് ജോലി ചെയ്യുന്നവരുടെയും ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഉടമസ്ഥാവകാശം ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈശോപനിഷത്തിലും പറയുന്നുണ്ട്, ഈ കാണുന്നതൊന്നും നമ്മുടേതല്ല, ഭഗവാന്റെ താണ് സകല വസ്തുക്കളും. ഭൗതികമായിട്ടുള്ളതായാലും ശരി, അല്ലാതുള്ളതായാലും ജീവനുള്ളവയായാലും ഇല്ലാത്തതായാലും ശരി, ഈ കാണുന്ന വസ്തുക്കളൊന്നും നമ്മുടേതല്ല. അതിനാൽ ഇതിന്റെ ആ ഉടമസ്ഥാവകാശ ബോധം കുട്ടികളുണ്ടായാലും നമ്മുടേതെന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ സ്വത്തുക്കളും ഭഗവാന്റെ തന്നെയാണ്. എല്ലാം ഭഗവാന്റെ ആണെന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നെങ്കിൽ നമുക്ക് ഭക്തിയിൽ വരാൻ പറ്റൂ. ഭഗവാനെ നിരന്തരം ആരാധിക്കണം. അറിയാമല്ലോ ആരാധന ഏത് വിധത്തിലാണ്. വിഗ്രഹത്തിൽ ആരാധിക്കാം, അമ്പലങ്ങളിൽ പോയി ആരാധിക്കാം, അങ്ങനെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ആരാധന നടത്താൻ, ഇങ്ങനെ പല പല വിധത്തിലുള്ള ഈശ്വരാരാധന എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമേശ്വരന്റെ മഹിമകളെ കുറിച്ച് ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഭൗതിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നാലും അയാൾക്ക് ഭക്തി ലഭിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണത്. ഒന്ന് ഇവിടെ വിശകലനമായിട്ട് പറയുന്നത്, ഏത് മഹിമകളെ കുറിച്ച് ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഭൗതിക പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നാലും അയാൾക്ക് ഭക്തി ലഭിക്കുന്നു. നമ്മൾ ഇത് തന്നെ പറഞ്ഞത്, ഭക്തി ഏത് പണി ചെയ്യുമ്പോഴും, ഏത് നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിലും ശരി, ഭഗവാന്റെ ചിന്തയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഭക്തി പുരോഗമനം ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹവും മഹാത്മാക്കളുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റൂ. മഹാത്മാക്കളുടെ കാരുണ്യം വേണമെങ്കിൽ അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാമല്ലോ, മഹാത്മാക്കൾ പ്രഭുപാദർജി പോലുള്ള നമ്മുടെ ശ്രേഷ്ഠ ഗുരുക്കന്മാര്, അതുപോലെ ബന്ധിതരായ അനേകം ആചാര്യന്മാര്, ഇവരെയൊക്കെ കാണാനും കേൾക്കാനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് അവരുടെ കാരുണ്യം കൊണ്ട് ഭഗവത് ഭക്തി ഉയർത്താൻ സാധിക്കും.
പിന്നെ ഇതിനൊക്കെ പ്രധാനമായ കാര്യം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കാൻ. ഒരു ആചാര്യനെ കണ്ടുമുട്ടുന്നതിനായാലും ശരി, നമ്മുടെ ഭക്തി വളർത്തിക്കൊണ്ട് വരണമെങ്കിലും ശരി, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ഭഗവാന്റെ പരിശുദ്ധരായ ഭക്തന്മാരിൽ നിന്ന് അവരുടെ സമ്പർക്കം ത്താൽ നമുക്ക് ഭക്തി ഉയർന്ന് കിട്ടുന്നു. അതിനുദാഹരണം നമ്മുടെ നാരദ മഹർഷിയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ ജന്മത്തില് തീരെ ദരിദ്രനായ ഒരു ശൂദ്രനായിരുന്നുവെന്നും അമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നുകൊണ്ടിരുന്നതെന്നും ആ അമ്മയിൽ വർഷങ്ങൾ അവിടെ വിശ്രമിക്കാൻ വരുന്ന, അതായത് പണ്ടത്തെ മഹർഷിമാരൊക്കെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്രമിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, വിശ്രമം എടുക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തിലെ പരിചാരികയായിട്ട് നമ്മുടെ നാരദന്റെ അമ്മ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ നാരദന്റെ പഴയ ജന്മമാണ്. ആ സമയത്ത് അദ്ദേഹം അതിന്റെ പരിചര്യനായിട്ട് കൂടിയിട്ടുണ്ട്. പരിചര്യ അതായത് സേവിക്കുക. ആ ഋഷിമാരെ സേവനത്തിന് വേണ്ടി അവിടെ എത്തുകയും അവരുടെ സേവനം ചെയ്ത കാരണത്താൽ അദ്ദേഹത്തിന് ശരിക്കും ഭക്തനായി ആവിർഭവിക്കാനും ഭക്തന്റെ അനുഗ്രഹം, ആ ഭക്തരുടെ അനുഗ്രഹം കിട്ടിയ കാരണത്താൽ അദ്ദേഹം ഉയർന്ന ഒരു ഭക്തനായി ദേവർഷിയായി മാറാനും സാധിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, ശുദ്ധ ഭക്തന്മാരുടെ ആശ്രിതരായിരുന്നാലും അവരുടെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഭക്തി ഉയർത്താൻ സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട വിഷയം കാമം, ക്രോധം, ഭ്രംശം, ബുദ്ധിനാശം, ഇവയിൽ നിന്നും മോചനം ഉണ്ടാകണം. അപ്പൊ ആദ്യം നമ്മളെ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കണം. സ്വഭാവം നിയന്ത്രിക്കണേ. കാമക്രോധം, അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. കാമവും ക്രോധവും ഒക്കെ എന്താന്നുള്ളത്. കാമം ആഗ്രഹങ്ങള്, ക്രോധം ദേഷ്യം, മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ ഉയരുന്നതിലുള്ള അസൂയ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ദുർവിചാരങ്ങൾ, ദുഷ്ട വിചാരങ്ങൾ ഒക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഓരാൻ പറ്റൂ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭക്തന്മാരിൽ നിന്ന് ഭക്തിഹീനന്മാരിൽ നിന്നുള്ള സംസർഗവും നിർത്തി എങ്കിൽ മാത്രമേ ഭക്തി വരാൻ കഴിയൂ എന്ന് പറയുന്നു. ഭഗവത് ചിന്തയില്ലാത്തവർ മായയ്ക്ക് അടിമയാകുന്നു. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മായയെ പറ്റി, മായ എങ്ങനെ നമ്മളെ പിടികൂടുന്നു എന്നുള്ളത്. നമ്മളെ രണ്ടു തരത്തിലുള്ള മായകളുണ്ട്. ഭഗവാനെ നമ്മളെ എത്തിക്കുന്ന മായയും ഭഗവാനിൽ നിന്ന് വിഘടിപ്പിക്കുന്ന മായയുണ്ട്. അങ്ങനെ ആ ഒരു മായ എപ്പോഴും സൗകര്യം നോക്കിയിരിക്കും. നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് ഈശ്വര ഭക്തി ഇല്ലെങ്കിൽ മായ പെട്ടെന്ന് തന്നെ നമ്മളെ പിടികൂടും. അതായത് നമ്മൾ നിത്യം നമ്മൾ നാമജപം നടത്തുന്നുണ്ട്. നാമജപം നടത്തുന്നെങ്കിലും ചില അവസരത്തിൽ നമ്മൾ ഒരു മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലോട്ട് കയറാൻ പ്രയാസമായി പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭക്തിയിൽ നിന്ന് ഒരു ശകലം വിട്ടുനിന്നാൽ പിന്നീട് നമുക്ക് ആ മായ നമ്മളെ ആക്രമിക്കുകയും പിന്നീട് ഭഗവത് ഭക്തിയിലോട്ട് കയറാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭക്തിയെ പിടികൊടുക്കാതെ നമ്മൾ ഭഗവത് ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ വരാൻ സാധിക്കൂ എന്ന് പറയുന്നു. പിന്നെ ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഭഗവത്ഗീത ഭാഗവതം, ശ്രീമദ് ഭാഗവതം 5-ാം അധ്യായം 5-ാം സ്കന്ധം 18-ാം അധ്യായം 12-ാം ശ്ലോകത്തിൽ പറയുന്ന ഒരു കാര്യം പറയാം. എല്ലാ ദേവന്മാരും അവരുടെ ധാർമ്മിക ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളും പരമദൈവതമപുരുഷനായ ഭഗവാൻ വാസുദേവന്റെ കലർപ്പില്ലാത്ത വ്യക്തിഗത സേവനത്തിൽ ഔന്നത്യം പ്രാപിച്ച ഒരുവന്റെ ശരീരത്തിൽ പ്രകടമാകും. നേരെ മറിച്ച് ഭക്തിഗത സേവനം നിർവഹിക്കാതെ ഭൗതിക കർമ്മങ്ങളിൽ മാത്രം ഒഴുകിക്കഴിയുന്ന ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ബന്ധുമിത്രാദികളുടെയും ക്ഷേമത്തിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും അവൻ അവന്റെ മാനസികമായ വിഭാഗങ്ങളാൽ പ്രേരിതരാക്കപ്പെട്ട ഭഗവാന്റെ ഭാഗ്യശക്തിയുടെ സേവനത്തിൽ മുഴുകുന്നു. അത്തരം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഏതെങ്കിലും സദ്ഗുണങ്ങൾ ഉണ്ടാകുക?
ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ആരെങ്കിലും കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട് പ്രഭുജി. ശരി. അപ്പൊ ഈ ഭാഗവതത്തിന്റെ 12-ാം ശ്ലോകത്തിൽ പറയുന്നത്, 5-ാം സ്കന്ധം 18-ാം അധ്യായം 12-ാം ശ്ലോകത്തിൽ പറയുന്നത് ഇതാണ്: ഭഗവാൻ നമ്മുടെ ഭക്തിഗത ഭഗവത് സേവനം ചെയ്യുന്നതിന്റെ പ്രയോജനവും ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. അതിന് പറയുന്ന ഭക്തിഗത ഭഗവത് സേവനം ചെയ്യുന്നവർക്ക് എല്ലാ ദേവന്മാരും അവരുടെ ധാർമ്മികത, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളും പരമദൈവതമൃഷ്ണനായ ഭഗവാൻ വാസുദേവന്റെ കലർപ്പില്ലാത്ത ഭക്തിഗത സേവനത്തിൽ ഔന്നത്യം പ്രാപിച്ച ഒരുവന്റെ ശരീരത്തിൽ പ്രകടമാകും. നേരെ മറിച്ച് ഭക്തിഗത സേവനം നിർവഹിക്കാതെ ഭൗതിക കർമ്മങ്ങൾ മാത്രം ഒഴിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ബന്ധുമിത്രാദികളുടെയും ക്ഷേമത്തിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും അവന്റെ മാനസിക വിഭാഗങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ട് ഭഗവാന്റെ ഭാഗ്യശക്തിയുടെ സേവനത്തിൽ മുഴുകുന്നു. അത്തരം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഏതെങ്കിലും സദ്ഗുണം ഉണ്ടാകുന്നത്? അപ്പൊ സദ്ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര സമർത്ഥനായാലും അവന് നമ്മുടെ ലക്ഷ്യസ്ഥാനം, അതായത് ഭഗവത് ധാമത്തിലോട്ട് പോകാനോ ഭഗവാന്റെ സേവനമായി ഇരിക്കാനോ സാധിക്കില്ല എന്ന് ഈ ശ്ലോകത്തെ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്, ഒരു ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണെന്നുള്ളത്. 26 യോഗ്യതകൾ താഴെ കൊടുക്കുന്ന ഭഗവാന്റെ ആ ഭക്തന്റെ വിശേഷങ്ങൾ, അവന് നല്ല ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടാകുന്നുള്ള ആ 26 ഗുണങ്ങളെ പറ്റി ഇതിനകത്ത് പറയുന്നു. എല്ലാവരോടും വളരെ ദയവുള്ളവനായിരിക്കും. നമ്മള് ഒരു മനുഷ്യനെ കണ്ടാല് അവൻ കുറി കൊണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും, എല്ലാ ഭാഗത്തും 12 ഭാഗത്തും കുറിച്ച് തൊട്ടിട്ട് എല്ലാം ചെയ്യുന്നുണ്ടാവും, അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടാവും, വീട്ടിൽ പൂജയ്ക്കൊക്കെ. പക്ഷേ യഥാർത്ഥ വ്യക്തി ഇവനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയണമെങ്കിൽ അയാളുമായിട്ട് സമ്പർക്കം ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അങ്ങനെ അറിയുമ്പോൾ അവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഒരു ആളിനെ കണ്ടാൽ നമുക്ക് ഭക്തനാണോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്തനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വൃതാവിൽ ഇങ്ങനെ ഒരു 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 വെറും പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിപ്പോകുന്നു. ഭക്തൻ ആകാൻ സാധിക്കില്ല ഒരിക്കലും. ഈ ഗുണങ്ങൾ, ഈ പറയുന്ന ഗുണങ്ങൾ 26 ഗുണങ്ങൾ പറയുന്നുണ്ട്. ആ ഗുണങ്ങളിൽ എല്ലാം ഒരു വ്യക്തിക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങനെ ഭക്തനായി തീരണമെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കുകയും വേണം. ഒന്ന്, അവൻ എല്ലാവരോടും വളരെ ദയവുള്ളവനായിരിക്കണം. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ സമസ്ത ജീവികളോടും. നമ്മുടെ പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ എല്ലാ ജീവികളും, അതായത് മനുഷ്യരും ജീവനുള്ളവരും എല്ലാവരും, എല്ലാ ആത്മാക്കളും അദ്ദേഹത്തിന്റെ പ്രജകളായിരുന്നു. അതുപോലെ എല്ലാവരോടും ഒരുമാതിരി തന്നെയാണ് അദ്ദേഹം പെരുമാറിയുന്നത്. അവൻ ആരെയും തന്നെ ശത്രുവാക്കില്ല. പ്രത്യേകിച്ചും പരീക്ഷിത രാജാവിന് ആരും ശത്രുവായിരുന്നില്ല. ഒരു ശത്രുവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചക്രവർത്തി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവര് സാമന്ത രാജാക്കന്മാരെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ കപ്പം കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു കാരണത്തിലും അദ്ദേഹത്തിനവിടെ ഈ കരം പിരിക്കേണ്ടതായിട്ട് പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഭക്തിയും പ്രജാതാൽപര്യവും ഉള്ള ഒരു രാജാവായിരുന്നു പരീക്ഷണ രാജാവ്. തന്റെ ശത്രുവാക്കില്ല. അവൻ സത്യസന്ധനായിരിക്കും. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അവൻ എല്ലാവർക്കും തുല്യനായിരിക്കും. അവന് ആർക്കും ഒരപരാധവും കാണാൻ കഴിയില്ല. അവൻ മനസ്കനാണ്, അവൻ ശാന്തനാണ്, അവൻ ശുദ്ധനാണ്, അവൻ സമ്പത്തുകളില്ലാത്തവനാണ്. എന്ന് പറഞ്ഞാൽ, സമ്പത്തുകളില്ലെന്ന് പറഞ്ഞാൽ ഈ ചക്രവർത്തിക്ക് സമ്പത്തില്ല എന്നിട്ടല്ല, അദ്ദേഹത്തിന്റെ സമ്പത്തുണ്ടായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ട്. പക്ഷെ അത് അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ല, ഭഗവാന്റെതാണെന്നുള്ള വിചാരത്തോടു കൂടി എല്ലാവരെയും ഒരുമാതിരി ആ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അത്രയ്ക്ക് നിഷ്കളങ്കനും ഭക്തനുമായിരുന്നു നമ്മുടെ പരീക്ഷിത് മഹാരാജ. എല്ലാവരുടെയും പ്രയോജനത്തിനായി പ്രവർത്തിച്ചിരുന്നു. പരീക്ഷിത് രാജാവ് ആരോടും യുദ്ധത്തിന് പോയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഏത് കാരണത്താലും അദ്ദേഹം എല്ലാവരുടെയും പ്രയോജനത്തിനായി പ്രവർത്തിച്ചിരുന്നു. വളരെ സമാധാനപൂർണനാണ്, എപ്പോഴും കൃഷ്ണനിൽ ശരണം പ്രാപിച്ചവനാണ്.
അവന് ഭൗതിക ആഗ്രഹങ്ങളില്ല. ഭൗതിക ആഗ്രഹങ്ങളിൽ ഒരുങ്ങുന്ന ഈ സ്വാർത്ഥമാകം. പരീക്ഷിത രാജാവിന് അങ്ങനെ സ്വാർത്ഥമാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭാവാർത്ഥത്തിൽ. അപ്പൊ അദ്ദേഹം സ്വന്തം കാര്യത്തിനായിട്ട് യാതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതേ സമയത്ത് പ്രജാതൽപരനായിരുന്നു. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു പരീക്ഷിത മഹാരാജാവ്. വളരെ വിനീതനായിരുന്നു. വിനീതനായിരുന്നു പറഞ്ഞ പരീക്ഷ ശുഭദേവ സ്വാമിയുടെ സദസ്സിൽ അദ്ദേഹം എത്ര വിനീതനായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ശുഭദേവനിൽ നിന്നും അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ, അതായത് ആ 7 ദിവസം കൊണ്ട് എന്തെല്ലാം അറിയണോ ഭഗവാനെ പറ്റി, അതെല്ലാം വിനീതമായ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. വളരെ വിനീതനായ വ്യക്തിയായിരിക്കും ഈ ഭക്തൻ. അവൻ സ്ഥിരതയുള്ളവനായിരിക്കും. അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ 7 ദിവസവും ഇനി ഭക്ഷണം കഴിക്കില്ല, ഉപവാസം അനുഷ്ഠിക്കും. അതേപോലെ തന്നെ 7 ദിവസവും അദ്ദേഹം ശ്രദ്ധയോടുകൂടി ആ ഭഗവത് പ്രസംഗങ്ങളോടെ കേട്ടുകൊണ്ടിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എത്ര സ്ഥിരതയുള്ളവനാണ്. സാധാരണക്കാരാണെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ ഭക്ഷണം പിന്നെ കഴിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ശ്രദ്ധ ഏതായിരുന്നു? ഭഗവാന്റെ കാര്യങ്ങൾ അറിയുക, എങ്ങനെയാണ് എനിക്ക് സാക്ഷാത്കാരം കിട്ടുക, ഭഗവാനെ മനസ്സിലാക്കാൻ എങ്ങനെ പറ്റും. ആ 7 ദിവസം അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതായിരുന്നു. അതാണ് സ്ഥിരതയുള്ളത്, സ്ഥിരതയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നാൾ അവിടെ ഇരിക്കാനും ശുകദേവ ഗോസ്വാമിയുടെ ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അതിന്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത്. ഭഗവാന്റെ മായാശക്തിയാൽ സ്വാധീനിക്കപ്പെടില്ല. ഒരു മായയും അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ അവിടെ എത്തിയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം 7 ദിവസം അവിടെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരുന്നു. എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. എത്രയധികം ഋഷിമാർ, 88,000 ഋഷിമാർ അവിടെ അദ്ദേഹത്തിന്റെ അന്നുണ്ടായിരുന്ന ഋഷിമാരൊക്കെ തന്നെ, ഭൂലോകത്തിൽ എത്ര ഋഷിമാരുണ്ടോ അവരൊക്കെ തന്നെ പരീക്ഷിത് മഹാരാജന്റെ ആ സദസ്സിൽ ശുകദേവ മഹർഷിയുടെ ആ ഭാഗവതം കേൾക്കുന്നതിനെത്തിയിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോ അവരോടൊക്കെ എത്ര വിനയപൂർവ്വം അവരെ സൽക്കരിച്ചിരുത്താനും അവരെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. ഈ മഹർഷിമാരൊക്കെ അവിടെ കൂടാൻ തന്നെ കാര്യം, ഈ ഇത് കേൾക്കുന്നതിന് പരീക്ഷിതിന്റെ സദസ്സില് കാരണം നേരത്തെ അവർക്കൊക്കെ ഒരു അറിവുണ്ടായിരുന്നു. മഹർഷിമാരാണല്ലോ, അവർക്ക് ദീർഘകാല ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഭാഗവതം അവിടെ അവതരിക്കാൻ സുഖദേവ മഹർഷി എത്തുമെന്നുള്ളത് അവർക്കെല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് ആ കൂട്ടരെല്ലാം അവിടെ പരീക്ഷന്റെ സദസ്സിൽ അന്നെത്തിയിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സൂത മഹർഷി നൈമിഷാരണ്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവിടെ അദ്ദേഹം കേട്ടതും കണ്ടതും ഒക്കെയാണ്. അതൊക്കെ ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂത മഹർഷി. ഭഗവാന്റെ മായാശക്തിയാൽ സ്വാധീനിക്കപ്പെട്ടില്ല. എല്ലാവരെയും ബഹുമാനിക്കുന്നു. സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ഇല്ല. നമ്മൾക്കറിയാം, നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള വ്യക്തികളൊക്കെ തന്നെ ആരെ കണ്ടാലും വളരെ വിനീതമായിട്ടും സൗഹൃദമായിട്ടും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ആ വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ചിട്ട് എല്ലാവരെയും ബഹുമാനിക്കണം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. ആ കാരണത്താൽ പ്രത്യേകിച്ച് അവിടെ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് എല്ലാവരുമായിട്ട് ബഹുമാനം എല്ലാവർക്കും കൊടുക്കണമെന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ എന്നെ ആരും ബഹുമാനിക്കണമെന്ന് നമ്മൾ ആ വ്യക്തി ചിന്തിക്കില്ല. അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും ഭഗവാന്റെ ഭക്തൻ. ഭഗവത് ഭക്തൻ വേണ്ട ഗുണങ്ങളെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവത് ഭക്തൻ ഒരിക്കലും തന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. പക്ഷെ അദ്ദേഹം എല്ലാവർക്കും ആദരവ് കൊടുത്തുകൊണ്ടിരിക്കും. അവൻ സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയുമില്ല. അവൻ വളരെ ഗൗരവമുള്ളവനായിരിക്കും. ഗൗരവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഗൗരവക്കാരനല്ല. നമ്മുടെ സ്വഭാവം ശാന്തനും ആയിരിക്കും, കാരുണ്യമുള്ളവനായിരിക്കും. എല്ലാവരുടെയും കാരുണ്യം ഉണ്ടായിരിക്കും ആ വ്യക്തികൾക്ക്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഭക്തനായിരിക്കുമ്പോൾ എല്ലാവരെയും ഭഗവാൻ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഭഗവാന്റെ രൂപം, ഭഗവാൻ എല്ലാവരിലും ഉണ്ടെന്നുള്ള ചിന്തയുള്ള കാരണത്താൽ
എല്ലാവരുടെയും കാരുണ്യമുള്ളവരായിരിക്കും. മനുഷ്യനായാലും മൃഗമായാലും ജന്തുക്കളായാലും സസ്യങ്ങളായാലും എല്ലാവരും ആത്മാവുള്ളതാണ്. അതുകൊണ്ട് ആ ആത്മാക്കളോടൊക്കെ അവർക്ക് കാരുണ്യം ഉണ്ടായിരിക്കും. കാരുണ്യം, ദയ, അവരുടെ പ്രശ്നങ്ങളിൽ അല്ലെ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിൽ സഹായിക്കാൻ തൽപരനായിരിക്കും ഇങ്ങനെയുള്ള ഭക്തൻ, ഭഗവത് ഭക്തൻ. ഭക്തന്റെ ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സൗഹൃദമുള്ളവനായിരിക്കും. അത് തന്നെ കാര്യം. സൗഹൃദം, എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടായിരിക്കണം. നമ്മുടെ ദുഃഖത്തെക്കാൾ പ്രധാനമായിട്ട് അവരുടെ ദുഃഖങ്ങളെ കാണാം. അങ്ങനെയുള്ളവരായിരിക്കണം ഭക്തൻ. അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ സഹായിക്കണം. നമ്മളെന്ന് പറഞ്ഞ ഭക്തൻ സഹായിച്ചു കൊണ്ടിരിക്കണം. അവൻ കവിത്വമുള്ളവനാണ്, അവൻ വൈദഗ്ധ്യമുള്ളവനാണ്, അവൻ മൗനിയായിരിക്കും. കണ്ടമാനം, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ 26 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഭാഗവതം നമ്മുടെ പറയുന്നത് ഭക്തനാണെന്ന് പറയുന്നു. അല്ലാതെ എല്ലാവരും ഭക്തനാണെന്ന് പറഞ്ഞ് നടന്നാൽ കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഭക്തനായി തീരാൻ പറ്റൂ. അങ്ങനെയുള്ള ഭക്തനായിരുന്നു നമ്മുടെ പരീക്ഷിത് മഹാരാജാവ്. ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത് ഈശ്വരനോടുള്ള ഏറ്റവും ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ പ്രേമം ആണ് ഭക്തിയുത സേവനം. സ്വരൂപം ഭക്തിയുത സേവനത്തിന്റെ സ്വരൂപം. അതായത് നമ്മുടെ സ്വരൂപം ഭഗവാന്റെ സേവകൻ എന്ന് പറയുന്ന മാതിരി ഈശ്വരനോടുള്ള ഏറ്റവും ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ പ്രേമമാണ് ഭക്തിയുത സേവന സ്വരൂപം. ഒരു വ്യക്തി ഭഗവത് പ്രേമത്തിൽ പൂർണ്ണതലത്തിൽ എത്തിച്ചേർന്നാൽ ഭൗതിക ശരീരത്തിലായിരുന്നാലും മോക്ഷം ലഭിച്ചവനായിത്തീരുന്നു. ഈ ഭക്തിയുടെ സേവനത്തിന്റെ അതിന്റെ ശക്തി, അതായത് അതിന്റെ മൂല്യം, അതെന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിനകത്ത് പറയുന്ന ഭക്തി, ഒരു വ്യക്തി ഭഗവത് പ്രേമത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നാൽ ഭൗതിക ശരീരത്തിലായിരുന്നാലും അയാൾ മോക്ഷം ലഭിച്ചവനായിരിക്കും. ഇപ്പൊ നമ്മള് ഭക്തിയുടെ ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ യഥാർത്ഥമായ ഭക്തിയുടെ ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മോക്ഷം നേടുന്നതിന് പിന്നെ ഗംഗാജലത്തിൽ പോയി കുളിക്കേണ്ടതോ വലിയ വലിയ പിലിക്കിലും, അതായത് തീർത്ഥാടനത്തിന് പോവുക ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഇതിനകത്ത് തീർത്ഥം പറയുന്നുണ്ട്. ഒരു വ്യക്തി ഭഗവത് പ്രേമത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേർന്നാൽ ഭൗതിക ശരീരത്തിലായിരുന്നാലും മോക്ഷം ലഭിച്ചവനായിത്തീരുന്നു. അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മോക്ഷം ലഭിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ പരിശുദ്ധ ഭക്തൻ അനശ്വരനും സംതൃപ്തനുമായിരിക്കും. അനശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മരിച്ചാലും നമ്മുടെ നാമം, നമ്മുടെ പേര് നിലനിൽക്കും. അതായത് പ്രഭുപാദർജി ഉണ്ടായിരുന്നു, പരിശുദ്ധ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിക്കുന്നവർ ഏത് സമയത്തും നമ്മൾ ഓരോ ഭാഗത്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എവിടെയും ഭക്തി സാന്ദ്രമായ അമ്പലങ്ങൾ എവിടെയും പ്രവർത്തിക്കുന്നുണ്ട്, ലോകത്തിന്റെ നാനാഭാഗത്തും. അതുപോലെ അനശ്വരൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരിക്കലും അദ്ദേഹം നശിക്കുന്നില്ല, നിലനിൽക്കുന്നു. അതുപോലെ സംതൃപ്തനായിരിക്കും ഏത് കാര്യത്തിനും. അദ്ദേഹത്തിന് പിന്നെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല, അതായത് ഭൗതികമായ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കത്തില്ല അദ്ദേഹം. ഈ ശരിക്കും ഭക്തനായി കഴിഞ്ഞാൽ, പരിശുദ്ധ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും പ്രവൃത്തി. സംതൃപ്തൻ, ഏതവസരത്തിലും സംതൃപ്തനായിരിക്കും. ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടുക എന്നുള്ള സംതൃപ്തൻ. നമുക്ക് കിട്ടിയതൊക്കെ മതി, വേറൊന്നും ഇനി ആവശ്യമില്ല എന്നുള്ള സംതൃപ്തി. അതായത് ഭഗവാന് മാത്രം മതി, മറ്റുള്ള യാതൊരു വിചാരവും, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം മതി, മറ്റുള്ള യാതൊരു വിചാരങ്ങൾ. നമ്മളൊക്കെ പലതും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരായാൽ കൂടി നമ്മൾ പല പല ദേവന്മാരെയും ദേവികളെയൊക്കെ ആശ്രയിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ വൈഷ്ണവ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഭാഗവതം പറയുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പരിശുദ്ധ ഭക്തൻ അനശ്വരനും സംതൃപ്തനായി തീരുന്നു. ശുദ്ധഭക്തൻ ഇന്ദ്രിയ തൃപ്തിക്കായി ഒന്നും ആഗ്രഹിക്കില്ല. അവനവന്റെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും, അതിന്റെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധഭക്തൻ.
പൂർണ്ണ സേവനത്തിലെത്തിയാൽ ഹർഷോന്മാദത്തിൽ ആയിത്തീരുന്നു, പരമാനന്ദനും അനുഭവിക്കുന്നു. ഹർഷോന്മാദത്തെ പറ്റി നമുക്കറിയാമല്ലോ. ഹർഷോന്മാദം ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ പ്രഭുവിനെ പറ്റി പറയുന്നുണ്ട്. ഹർഷോന്മാദം എങ്ങനെയായിരുന്നുള്ളത്. അമ്പലത്തിൽ പോകുമ്പോഴും അത് ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഹർഷോന്മാദത്തിൽ ആകും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതുപോലെ ആയിത്തീരാൻ ശ്രമിക്കണം. ഭഗവാന്റെ നാമം ജയിക്കുമ്പോൾ നമുക്ക് ഹർഷോന്മാദത്തിന്റെ ലക്ഷണമാണ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക, നമ്മളെ ശരീരം രോമാഞ്ചം കൊള്ളുക. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ താഴെ കിടന്ന് ഉരുളുമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോ കൃഷ്ണന്റെ നാമം ഉച്ചരിക്കുക അദ്ദേഹത്തെ ഏത് സമയത്തും ഹർഷോന്മാദത്തിൽ പെടുമായിരുന്നു. ഹർഷോന്മാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബോധം വിട്ടിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം, ഭഗവാനെ മാത്രം സ്വയം ഭഗവാനായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഹർഷോന്മാദം. അതുമാതിരി നമ്മളും ശ്രമിക്കണം. ഭൗതിക പ്രവർത്തനം നിരസിക്കപ്പെട്ടിരിക്കുന്നതിനാൽ യാതൊരുവിധ കാമവും ഉദിക്കുന്നില്ല. ഭക്തി ശുദ്ധഭക്തനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ട് അവർക്ക് യാതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായിട്ട് യാതൊരു ചിന്തയും പിന്നെ ആ ഒരു ശുദ്ധഭക്തൻ ഉണ്ടായിരിക്കില്ല. ആഗ്രഹങ്ങൾ ഒഴിവാക്കണം. തന്റെ ആത്മീയ വളർച്ചയിൽ തടസ്സമുണ്ടാകുന്ന ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഏതൊക്കെയാണെന്ന് പറയാം. ദേവന്മാരെ ആരാധിക്കുന്നത്, കൃഷ്ണനല്ലാതെ മറ്റൊരാളെ ആരാധിക്കുന്നത്, ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള ആഗ്രഹം, അവ്യക്തിഗത ജ്ഞാനം വളർത്താനുള്ള മോഹം, സ്വയം പരമപുരുഷനാണെന്നുള്ള ആഗ്രഹം. നമ്മളെ മായാവാദികളിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. അവരെ കുറെയൊക്കെ പഠിച്ച് വിദ്യമാരെ ആത്മീയമായിട്ട് ഉയർന്നു കഴിയുമ്പോൾ അവർ പറയും ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്വയം പരമപുരുഷനാകാനുള്ള ആഗ്രഹം ഉണ്ടായാൽ എന്താണ്? ഭക്തന്റെ ആത്മീയ വളർച്ചയിൽ തടസ്സമുണ്ടാകുന്നു. ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ മറ്റു ദേവന്മാരെ ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ വളർച്ചയിൽ തടസ്സമുണ്ടാകുന്നു. ഞാൻ പറയുന്നതല്ല, ഗ്രന്ഥങ്ങൾ പറയുന്നു. ഭൗതിക തൃഷ്ണയിൽ നിന്നും മോചനം ഉണ്ടാകുന്നു. ഏതുകൊണ്ടാണ്? നമ്മൾ ഭക്തിയിൽ പരിശുദ്ധ ഭക്തരായി തീർന്നാൽ പിന്നെ നമുക്ക് ഭൗതിക തൃഷ്ണയിൽ നിന്നും മോചനം ഉണ്ടാകുന്നു. ഭഗവാനല്ലാതെ മറ്റാശ്രയമില്ല. ത്യാഗം, അതാണ് ത്യാഗം. ഭഗവാനല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് ഒരു ചിന്ത നമുക്കുണ്ടാകും. ഭഗവാൻ മാത്രമാണ് ആശ്രയം, മറ്റുള്ള ഒന്നിനെയും ആശ്രയിക്കരുത്. ഭക്തിയുത സേവനത്തിന് അനുകൂലമായ ആചാരങ്ങളെയും വേദാനുഷ്ഠാനങ്ങളെയും മാത്രം സ്വീകരിക്കുക. ഭക്തിയുത സേവനത്തിന് അനുകൂലമായ ആചാരങ്ങളെയും പല പല ആചാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാരെ പരത്തിയിട്ടുള്ളതും നല്ല ആചാരങ്ങളും ചീത്ത ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഗ്രന്ഥം അല്ലെങ്കിൽ നമ്മുടെ ആചാരന്മാർ, ഭക്തരുടെ ആചാര്യന്മാർ, അതായത് വൈഷ്ണവ ഭക്തരുടെ ആചാര്യന്മാർ പറയുന്ന ആ ആചാരങ്ങളല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നു. കേട്ടുകേഴ്വി വിഭാവകം അനുസരിച്ചുള്ള ആചാരങ്ങളൊന്നും ആചരിക്കരുത്. അങ്ങനെ ആചരിച്ചാൽ നമുക്ക് ഭക്തിയുടെ സേവനത്തിന് അനുകൂലമല്ലാതായി തീരും. നമ്മുടെ ഭക്തി ഗുണമായി തീരുകയും ചെയ്യും. ഭക്തിയുടെ സേവനമാണ്. അങ്ങനെയുള്ള ഭക്തന്മാർ ഭക്തിയുടെ സേവനത്തിന് അനുകൂലമായ കാര്യങ്ങളെ ചെയ്യാവൂ. മറ്റുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണം. കൃഷ്ണൻ മാത്രമേ രക്ഷകൻ എന്ന് വിശ്വസിക്കണം. ഭഗവാൻ കൃഷ്ണനാണ് തന്നെ പരിപാലിക്കുന്നതിന് ഉറച്ച ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും പ്രവൃത്തികളും സ്വതന്ത്രമല്ല എന്ന് കരുതണം. അതായത് ഭഗവാന്റെ ഇച്ഛയോടുകൂടി മാത്രമേ നമുക്ക് എന്ത് കാര്യവും നടത്താവൂ. നമ്മളെ കൃഷ്ണന്റെ ഭക്തനാണ്, കൃഷ്ണന്റെ സേവകനാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ എന്ത് ഉണ്ടെങ്കിലും അത് കൃഷ്ണന് യോജിച്ചതായിരിക്കണം, കൃഷ്ണന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ശുദ്ധഭക്തനായി തീരാൻ പറ്റൂ. അല്ലെങ്കിൽ ശുദ്ധഭക്തനായി തീർന്ന ആൾക്കാർക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണം. എപ്പോഴും പ്രവർത്തിക്കുന്ന അദ്ദേഹം വലിയ ധനവാൻ അംബാനിയാണെന്നുള്ള വിചാരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ദരിദ്രനാണെന്നുള്ള രീതിയിൽ നമ്മളെ പെരുമാറണം, ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ആദര സൂചകമായിട്ടുള്ള പ്രവൃത്തികളെ നമ്മൾ ഉണ്ടാകാൻ പറ്റൂ. ദരിദ്രനാണെങ്കിൽ അങ്ങനെ വിചാരം ഉണ്ടാവും. നമുക്ക് സാമ്പത്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ആദരിക്കണമെന്നോ അവരിൽ നിന്ന് എന്തെങ്കിലും ആശ്രയം കിട്ടണമെന്നുള്ള വിചാരം ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ശുദ്ധഭക്തരായി കഴിഞ്ഞാൽ ആ വിചാരത്തിൽ മാത്രം പ്രവർത്തിക്കണം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ പറയാനുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാ ഭക്തന്മാരോടും
പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി നല്ല സത്സംഗമായിരുന്നു. വളരെ നന്നായിട്ട് പറഞ്ഞു, നന്നായിട്ട് മനസ്സിലായി, നല്ലതായിട്ട് മനസ്സിലായി. പ്രഭുജിക്ക് പ്രണാമം. സന്ദേശം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി നിർത്താം. വേറെ ആരെങ്കിലും അഭിപ്രായം ഉണ്ടോന്ന് അറിയത്തില്ലത്. ഹരേ കൃഷ്ണ പ്രഭു. ഞാന് ഇതിന്റെ ഒരു ഗ്രന്ഥരാജ് മെയിൽ വായിച്ചതിന്റെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം പ്രഭു. സുദർശന മാജിയുടെ ഒരു മെയിലായിരുന്നു മഹാരാജന്റെ ഒരു ലെക്ചറിനെ കുറിച്ചിട്ട്. അപ്പോ പരീക്ഷിത് മഹാരാജാവിന് ഈ ഒരു ഇത് ശാപം കിട്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും അതിനെ കുറയ്ക്കാനോ അതിന് പ്രായശ്ചിത്തം ചെയ്ത് അതിനെ മാറ്റാനോ ഒന്നും ശ്രമിച്ചില്ല. അപ്പോ ഋഷിമാര് അദ്ദേഹത്തിനോട് ചോദിക്കും, അതായത് ദുഷ്ടന്മാര് ഈ ലോകത്ത് ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ അങ്ങേപോലെ ഒരു രാജാവ്, അങ്ങൊരു ഭക്തനുമാണ്, അതിനുപരി ഒരു രാജാവുമാണ്. അപ്പൊ ഒരു രാജാവ് ഈ ലോകത്ത് ജീവിച്ചാൽ അവരുടെ പ്രജകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങേക്ക് ഈ ഒരു കുറച്ചു നാളുകൂടെ ജീവിക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോ പരീക്ഷിത് മഹാരാജു പറയും, എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഞാൻ രാജാവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ പ്രജകൾക്ക് വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ ഞാൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി ഇപ്പോ 7 ദിവസത്തിൽ മരിക്കാമെന്ന് മരണം കണ്ട് ഭാഗവതം കേൾക്കുകയാണെങ്കിൽ അതിലൂടെ എനിക്ക് ഈ ലോകത്തിനും നാളേക്കും മൊത്തത്തിൽ നന്മ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്റെ സിറ്റിസൺസ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടി ഭാഗവതം കേട്ട് 7 ദിവസത്തിൽ ശരീരം ഉപേക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് പരീക്ഷിത് മഹാരാജാവ് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉത്തമ ഭക്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എത്രത്തോളം ഭഗവാന് സറണ്ടർ ആണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ടെമ്പിളിലാണ്. ഭഗവാന്റെ ദർശനം കാണിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ജയ്. കാണുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കാണാം. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. സുഭദ്രാമയ്ക്ക് ജയ. जय भद्रमाई की जय, बलराम राम की जय. हरे कृष्ण. ഹരേ കൃഷ്ണ. ഗൗരമിതായ്ക്ക് ജയ. വൈഷ്ണവ ഭഗവാൻ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ പ്രഭു? കാണാം. ശരിക്കും കാണാം. പ്രഭുജിക്ക് ജയ്. ജയ് ജയ് പ്രഭുപാദ്ജി. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ശരി പ്രഭു. വിജയ മാതാജി നിർത്തും. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പ്രതിദാനം ഭഗവതേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. Thank you for the darshan, Mataji. Hari Bol. ഹരേ കൃഷ്ണ.